4 ലക്ഷം രൂപയ്ക്ക് ഒരു 4x4 ഓട്ടോമാറ്റിക് വാഹനം. കുറേ ആളുകൾ ചോദിക്കാറുണ്ട് ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന 4x4 ഓട്ടോമാറ്റിക് വാഹനം ഡൽഹിയിൽ നിന്നുണ്ടോ തന്നെ. നമ്മളെപ്പോഴും വീഡിയോയ്ക്കകത്ത് എൻഡവർ അല്ലെങ്കിൽ പജറോ സ്പോർട്ട്, ഫോർച്യൂണർ ഇങ്ങനെയുള്ള 4x4 വണ്ടികളാണ് കാണിക്കാറുള്ളത്. അപ്പം നമുക്ക് ഇത്തവണ ഒരു മിറ്റ്സുബിഷിയുടെ ഔട്ട്ലാൻഡർ കിട്ടിയിട്ടുണ്ട്. ഇത് 4x4 ഓട്ടോമാറ്റിക് ആണ്. അതുപോലെ തന്നെ സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടിയാണ്. വളരെ ലോ കിലോമീറ്ററാണ്. 54,000 മാത്രമാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. പക്ക ക്വാളിറ്റിയിലുള്ള വണ്ടി കേട്ടോ. അത് 4 ലക്ഷം രൂപയ്ക്കാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുക. ഡൽഹിയിലത്തെ പ്രൈസാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും എനിക്ക് തോന്നുന്നു ഈ ഒരു ബഡ്ജറ്റിൽ 4x4 ഓട്ടോമാറ്റിക് ഒരു വണ്ടി നമുക്ക് സ്വന്തമാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സിംഗിൾ ഓണർഷിപ്പാണ്, ലോ കിലോമീറ്ററാണ്, നല്ല ബോഡി ക്വാളിറ്റിയുള്ള വണ്ടി കേട്ടോ. കണ്ടോ, ബ്ലാക്ക് കളർ നല്ല അടിപൊളി ഒരു മുതൽ തന്നെയാണ്. കുറേ ഫീച്ചേഴ്സ് ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ബോഡി വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ബോഡി ഷേപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ടയറൊക്കെ കാണാം, അത്യാവശ്യം നല്ല കട്ടുള്ള ടയറാണ്. ഒരു 80% അടുത്ത് നമുക്ക് ത്രെഡ് ലൈഫ് പറയാൻ പറ്റിയ ടയറൊക്കെ കേട്ടോ. പിന്നെ നമുക്ക് ഓൾ റൗണ്ട് നോക്കുന്ന സമയത്ത് ബോഡിയൊക്കെ നല്ല ക്ലീനാണ്. നല്ലൊരു അടിപൊളി ബ്ലാക്ക് കളറിലുള്ള വണ്ടിയാണ്. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്യുക, അത്രേ ചെയ്യാനുള്ളൂ. HR26 ഗുഡ്ഗാവിലാണ് വണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് പോയിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. കാരണം ഇൻറ്റീരിയർ അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള ഇൻറ്റീരിയറാണ്. കാരണം സിംഗിൾ ഓണർഷിപ്പും അതുപോലെ തന്നെ ലോ കിലോമീറ്ററുള്ള വണ്ടിയല്ലേ. ക്വാളിറ്റി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലും കാണാനുണ്ട്. ഡാഷ്ബോർഡൊക്കെ കണ്ടില്ല, നല്ല അടിപൊളി ഡാഷ്ബോർഡാണ്. യാതൊരു രീതിയിലുള്ള ഡാമേജസും ഇല്ല. ഇതൊക്കെ കണ്ട ലെതർ കേട്ടോ. നമ്മൾ വലിയ പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടിയിൽ കാണാം. അതേപോലെ തന്നെ കാരണം ഇതിന് പുതിയതിനൊക്കെ നല്ല കോസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. 4x4 ഓട്ടോമാറ്റിക് ആണ്. സ്റ്റിയറിംഗ് വീൽ കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാഡൽ ഷിഫ്റ്റ് വരുന്നുണ്ട്. കുറേ ഫീച്ചേഴ്സ് ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട്. 54,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. പിന്നെ നല്ലൊരു അടിപൊളി സ്റ്റീരിയോ സിസ്റ്റം വരുന്നുണ്ട് കേട്ടോ. അതിനകത്ത് റോക്ക്ഫോർഡിൻ്റെ സൗണ്ടിങ് സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റീരിയോ ആണെങ്കിലും പയനീറിൻ്റെ സ്റ്റീരിയോ ആണ്. പുറകിലെ സീറ്റൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. 60/40 ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന 5 സീറ്ററിൽ വരുന്ന വണ്ടി കേട്ടോ. പിന്നെ നല്ലൊരു ഡിക്കി സ്പേസും വണ്ടിക്ക് അതുണ്ട്. ഞാൻ അതൊക്കെ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഏതായാലും ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ കണ്ടു. കാരണം സിംഗിൾ യൂസ് വണ്ടിയാണ്, ലോ കിലോമീറ്റർ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ക്ലാരിറ്റി ഈ ഒരു വാഹനത്തിൻ്റെ മുകളിൽ കാണാനുണ്ട്. അപ്പോൾ ആ ഒരു ഡോർ പാഡൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നല്ല ഫിനിഷിങ് തന്നെയാണ് ഡോർ പാഡും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. എയർ ബാഗ്, ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്. ഓക്കെ, ഫ്രണ്ടിൽ 2 എയർ ബാഗ് ആണുള്ളത്. പുറകിലേക്ക് ഉണ്ടോ എന്നുള്ളത് നമുക്ക് പുറകിൽ പോകുന്ന സമയത്ത് ചെക്ക് ചെയ്യാം. ഏതായാലും ഞാൻ ഡൽഹിയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഈ ഒരു ഔട്ട്ലാൻഡർ കാണിക്കുന്നത്. കാരണം ഇത് കാണിക്കാൻ കാരണം വേറൊന്നും കൊണ്ടല്ല. കാരണം നമുക്ക് ആ ഒരു ബഡ്ജറ്റ് കുറവിൽ ഈ 4 ലക്ഷം രൂപയ്ക്ക് നമുക്ക് 4x4 ഓട്ടോമാറ്റിക് വണ്ടി എവിടെ നിന്നാണ് കിട്ടുക? അതും ഇത്രയും ഒരു ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടി കണ്ടോ. ഈ ഭാഗത്തൊക്കെ ഡോർ പാഡ് നല്ല ഫിനിഷിങ്ങിലുള്ള ഡോർ പാഡാണ്. അതുപോലെ തന്നെ ഈ ഒരു സീറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആട്ടോ. നല്ലൊരു ലെഗ് സ്പേസും ഉണ്ട് കേട്ടോ. കാരണം ആ ഒരു സീറ്റിൻ്റെ ഇടയിലത്തെ ഗ്യാപ്പൊക്കെ ഉണ്ടോ, നല്ല സുഖമായിട്ട് ഇരുന്ന് പോകാം. കാരണം ഇതൊരു 5 സീറ്റർ വണ്ടിയാണ്. പക്ഷേ ഒരു 7 സീറ്ററിൻ്റെ ഒരു ലെങ്ത്ത് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പച്ചറോട് അത്ര നീളമൊന്നുമില്ല, എന്നാലും അതിനേക്കാളും കുറച്ച് കുറവാണ്. പക്ഷേ ഉള്ളിലൊക്കെ നല്ല സ്പേസ് ഒക്കെ വരുന്നുണ്ട്. ടയറൊക്കെ നല്ല ത്രെഡ് ലൈഫ് ഉണ്ട് കേട്ടോ. ഒരു 70 to 80% നമുക്ക് ത്രെഡ് ലൈഫും പറയാം. അപ്പോൾ ഏതായാലും നമുക്കിവിടുന്ന് റൂഫ് കാണാം. റൂഫിൻ്റെ മുകളിലൊന്നും യാതൊരു രീതിയിലുള്ള ഡെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ പുറകിലാണ് ഇതിൻ്റെ സംഭവങ്ങൾ വരുന്നത്. പുറകിൽ ഞാൻ കാണിച്ചു തരാം. പുറകിൽ ഞാൻ ആദ്യം വീഡിയോ എടുക്കുന്ന സമയത്ത് ഇരുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പക്ക ഒരു ഓഫ് റോഡിങ് വണ്ടികൾക്ക് വേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു സംഭവം കണ്ടാ, ഇവിടെ ഇരിക്കുക. മറ്റേ ക്യാമ്പൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ ഓപ്പണാക്കി വെച്ച് പാട്ടൊക്കെ ഇട്ടിട്ട്. പിന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു റോക്ക്ഫോർഡിൻ്റെ സബ് വൂഫർ. ഇത് കമ്പനി സ്റ്റോക്കായിട്ട് തന്നെ വന്നിട്ടുള്ളതാണ്, ആഫ്റ്റർ മാർക്കറ്റ് അല്ല കേട്ടോ. സ്റ്റോക്ക് സബ് വൂഫറാണ് റോക്ക്ഫോർഡിൻ്റെ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ പുറകിലൊരു കർട്ടൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു ബൂട്ട് സ്പേസ് ആണ്. അത്യാവശ്യം നല്ല സാധനങ്ങൾ ലഗേജ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു ബൂട്ട് സ്പേസും ഈ ഒരു വണ്ടിക്കുണ്ട്. പിന്നെ വേറെ പുറകിൽ നിന്നൊക്കെ നോക്കുന്ന സമയത്ത് ഇതന്നെ ഈ ഒരു സ്പേസാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ആക്സിഡൻ്റ് ഒന്നും ഇല്ല കേട്ടോ. പുറകിലെ പഞ്ചിങ് മാർക്കൊക്കെ അതുപോലെ തന്നെയുണ്ട്. നോക്കിയ സമയത്ത് വേറെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും കണ്ടിട്ടൊന്നുമില്ല. എല്ലാ ഡോറും എല്ലാ ഗ്ലാസും ഒറിജിനലായിട്ട് തന്നെയാണുള്ളത്. പിന്നെ കിലോമീറ്റർ 54 ആണ് ഓടിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു വണ്ടിയുടെ ക്വാളിറ്റി കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അതൊരു പക്ക ജെന്യൂൻ ആയിട്ടുള്ള ഓടിയിട്ടുള്ള കിലോമീറ്ററാണ്. പോരാത്തതിന് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിനെ പറ്റിയിട്ട് പറയാനായിട്ടുള്ളത്. 4 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ മുതലാണ്. ഇതാണ് ഇതിൻ്റെ കീ വരുന്നത്. നമുക്ക് ഇതിൻ്റെ സ്പെയർ കീയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആട്ടോ. ഇൻഷുറൻസ് ഒക്കെ വാലിഡ് ആണ്. HR26 ഗുഡ്ഗാവിലാണ് വണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വാഹനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഡൽഹിയിലാണ്. ഡൽഹിയിലത്തെ പ്രൈസാണ് 4 ലക്ഷം രൂപ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ എന്തായാലും വേറെ ഒരു 4x4 ഓട്ടോമാറ്റിക് വാഹനം നമുക്ക് സ്വന്തമാക്കാൻ പറ്റില്ല. ഇത് പെട്രോൾ വാഹനം കേട്ടോ. ഞാൻ എൻ്റെ ഇടയിൽ പറഞ്ഞെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 4x4 ഓട്ടോമാറ്റിക് പെട്രോൾ എഞ്ചിനോട് കൂടിയിട്ടുള്ള 2012 സിംഗിൾ ഓണർഷിപ്പിലെ 54,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള
മിറ്റ്സുബിഷിയുടെ ഔട്ട്ലാൻഡറാണ് ഈ കിടക്കുന്ന വാഹനം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യുക. നമ്പർ ഏതായാലും ഡിസ്പ്ലേക്കകത്ത് ഞാൻ കാണിക്കുന്നുണ്ട്. വാഹനത്തിൻ്റെ കൂടുതൽ ഫോട്ടോസോ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് ചോദിക്കാം. പിന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ നമ്പറിൽ എന്തെങ്കിലും മെസ്സേജ് അയച്ചാൽ മതി. ഗ്രൂപ്പിൽ ലിങ്ക് ഓട്ടോമാറ്റിക്കലി വരും. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഏതായാലും പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ ഇറ്റ്സ് മീ മനു. ബൈ.